ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നുബൂദ് ആൽക്കമിസ്റ്റൻ ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരിക്കട്ടെ. ഒരു കിടുക്കാച്ചി ഒണിയൻ പക്കോറ റെസിപ്പി കേട്ടോ. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കായിട്ട് എന്ന് പറഞ്ഞാൽ കിടുക്കായിട്ട് കേട്ടോ. അതേ ഇത് കണ്ടിട്ട് കൊതിയാന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നേരെ വെച്ച് പിടിപ്പിക്കാം. ആദ്യം തന്നെ ദേ നല്ല തണുത്ത വെള്ളം എടുക്കുക. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ദേ സവോള നല്ലവണ്ണം അങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കുക. അത് തണുത്ത വെള്ളത്തിൽ ഐസ് ഇട്ട് കഴുകുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് നല്ല തിക്കായിട്ടുള്ള ഒണിയൻ റിങ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകാൻ പറയുന്നത്. ദേ ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കി നല്ല സ്റ്റൈലാക്കി വെക്കുക. അതിന് ശേഷം ദേ ഇതുപോലെ റിങ്സ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ദേ റൗണ്ട് റിങ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ആ റൗണ്ട് റിങ്സ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതനുസരിച്ചാണ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്നത്. അതുപോലെ പഴയ വീഡിയോകളൊക്കെ കാണാൻ മറക്കല്ലോ കേട്ടോ. നല്ല കിട്ടുക്ക ഐറ്റങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല അച്ചാറിന് നല്ല റെസിപ്പി ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതൊക്കെ കണ്ട് തകർത്ത് പൊളിച്ചടുക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇനി അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുവാണ്. ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ലേശം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ലേശം മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ലേശം കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് കേട്ടോ. പിന്നെ അജ്വൈൻ, ലേശം അജ്വൈന്. അതിനുശേഷം ഇതിലേക്ക് കായപ്പൊടി, ലേശം കായപ്പൊടിയും പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്ര സാധനം ഇട്ടിട്ട് ഇത് ഇതുപോലെ വിസ്കിൽ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാവനെ. മൊത്തത്തിൽ ഇത് ഇതുപോലെ അങ്ങ് കലക്കി കൂട്ടുക. ഏകദേശം ഇവനെ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് ഇനി അടുത്ത ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൂസ് ആവല്. നിങ്ങൾക്കറിയാമല്ലോ ഈ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി, അതിനേക്കാളും ഇച്ചിരി കൂടെ തിന്നാന്നുള്ള രീതിയിൽ ദേ ഇതുപോലെ നല്ലോണം അങ്ങ് അടിച്ച് പതപ്പിച്ച് ഈ ഒരു രൂപത്തിലും ഭാവത്തിലും വെക്കുക. എന്നിട്ട് 10-15 മിനിറ്റ് ഇതൊന്ന് വെച്ചേക്കാം, മാറ്റി വെച്ചേക്കുക. കാരണം അപ്പോഴേക്ക് ഇവനൊന്ന് ലെവലായി സെറ്റായി കിട്ടും. അപ്പോൾ ബാറ്റർ നല്ല തിന്നായിട്ട്, അത് ഓവർ തിന്നാവരുത്, ഈ ലെവലിൽ കിട്ടണം. എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയായി തീ പിടിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് നല്ലത് കേട്ടോ പക്കറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് സവോള ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഈ ബാറ്ററിലേക്ക് ഇടുക. എന്നിട്ട് ഓരോന്നോരോന്നേരം ബാറ്റർ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കറക്റ്റ് ചൂടായിരിക്കണം. എണ്ണ ചൂടല്ലെങ്കിൽ ഈ ബാറ്റർ എല്ലാം കൂടെ വിട്ട് സവോളയായിട്ട് എടുക്കും, ബാറ്ററായിട്ട് എടുക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള എണ്ണ ചൂടായിരിക്കണം. ചൂടിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് ഇടുക. അധികം നേരം ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട. അപ്പോഴേക്ക് നല്ല ക്രിസ്പായിട്ടുള്ള ഒണിയൻ പക്കോറ ഏകദേശം റെഡിയായി വരുമ്പോൾ അതിലേക്ക് സ്റ്റൈലായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇവനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കോരിയും എടുക്കുക. അപ്പോൾ കോരി എടുക്കുക. നല്ല കരിമുരാന്നിരിക്കുന്ന ഒണിയൻ പക്കോറ റെഡിയായിരിക്കുകയാണ്. കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒണിയനും കൂടെ ഇതുപോലെ ആ ബാറ്ററിലേക്ക് ഇടുക. എന്നിട്ട് മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അവനെ ഈ ഓയിലിട്ട് നല്ല സ്റ്റൈലായിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓയിലിൽ കറക്റ്റായിട്ട് ചൂടായിരിക്കണം. ചൂടല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വിട്ടൊരു പരുവായി പോവും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കറക്റ്റ് എണ്ണയുടെ ചൂടിൻ്റെ പരുവത്തിലൊക്കെ ആക്കിയ ശേഷം അവനെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്യുക. ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നേരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കിടക്കാച്ച് റെസിപ്പികളൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ട് വീട്ടിലുണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് തരാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. ഇതൊക്കെ പ്രത്യേകിച്ച് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വീട്ടിൽ സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്കൊക്കെ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പികളാണ്. ഇത് മേടിക്കാൻ വേണ്ടി കടയിലൊക്കെ ഓടേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ചുമ്മാ വരും. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഒരു വഴയിലൊക്കെ വെച്ച് സെറ്റാക്കി ഇതുപോലെ ഗാർണിഷൊക്കെ ചെയ്ത് സൈഡിൽ ഇച്ചിരി ലേശം ടൊമാറ്റോ കെച്ചപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഈ സംഭവം വേറെ ലെവലാട്ടോ. ഇനി ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഈസി ആയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാനുള്ള ഐഡിയ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പിലൊന്ന് മിക്സ് ചെയ്ത ശേഷം അവനെ ഒരു പിടുത്തം പിടിക്കാൻ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല ഒരു കാരണവശാലും. ഇനി പഴയ വീഡിയോ കാണാത്തവരുണ്ട്, പഴയ വീഡിയോ ഒക്കെ കണ്ട് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും സന്തോഷം നിറഞ്ഞ നന്ദിയും താങ്ക് യു. ഇനിയും കാണാം.